ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ ഒരുപാട് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സും പിന്നെ നമ്മൾ ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ എനിക്കും അതുപോലെ ഇത്രയും പ്രോഡക്ട്സ് ഉണ്ട്, ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇൻട്രാക്ട് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയും പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്, അതായത് നമുക്ക് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തതും പിന്നെ എൻ്റെ സ്കിൻ ടൈപ്പ്, അതായത് ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഞാൻ ഒരുപാട് തവണ റെക്കമെൻഡ് ചെയ്തതായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് നമ്മുടെ ഡോട്ട് ആൻഡ് കിഡ് സൺസ്ക്രീൻ. ഇതൊന്ന് കാലിയായി കഴിഞ്ഞു, അപ്പോൾ ഞാൻ പുതിയൊന്ന് റീസ്റ്റോക്ക് ചെയ്തതാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യേണ്ടി, വൈറ്റ് കാസ്റ്റും ഇല്ലാത്ത നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ എൻ്റെ ഒരു 5ാമത്തെ 6ാമത്തെ എന്തോ പാക്കാണിത്. അപ്പോൾ അത്രയും തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. സെക്കൻഡ് വൺ വരുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ഡോട്ട് ആൻഡ് കിയുടെ ലിപ് പ്ലംബിംഗ് മാസ്ക്. ഇത് ഞാൻ പുറത്ത് പോകുമ്പോൾ നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയൊരു ലിപ് പ്ലംബിംഗ് മാസ്ക് ആണ്. നമ്മുടെ ലിപ്പ് കുറച്ചുകൂടെ നറിഷ് ആവുകയും നല്ല ഡ്രൈ ലിപ്സുകാർക്ക് വളരെ ബെസ്റ്റാണിത്. ലിപ്പ് നല്ലോണം നറിഷ്മെൻറ്റ് കൊടുക്കുകയും അങ്ങനെ നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഡോട്ട് ആൻഡ് കിയുടെ ലിപ് പ്ലംബിംഗ് മാസ്ക്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ റോസ് വാട്ടർ നമുക്ക് ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ പാക്കുകൾ യൂസ് ചെയ്താൽ നമ്മൾ എല്ലാവരും എന്തെങ്കിലും പാക്കൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ആ പാക്കുകൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ റോസ് വാട്ടർ ഇല്ലാതെ നമ്മളൊന്നും ഉപയോഗിക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ ബഞ്ചാറാസിൻ്റെ റോസ് വാട്ടറാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് കാലിയായി അടുത്ത് വാങ്ങിയതായിരുന്നു ഇത്, അതും ഏകദേശം ഹാഫ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആ റോസ് വാട്ടർ ഫേവറേറ്റ് ആണ്. അടുത്ത് പറയാൻ പോകുന്നത് ഒരു നൈറ്റ് ക്രീമിനെ കുറിച്ചാണ്. അതായത് ഈ ഒലയുടെ ഈ ഒരു നൈറ്റ് ക്രീം ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതെൻ്റെ കാൺ ലീവ് വിത്തൗട്ട് എന്ന് പറയുന്നത് തന്നെ ഈ സാധനം ആയിരിക്കും. കാരണം ഞാൻ ഒരുപാട് ബോട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞു. അങ്ങനെ ഒരു 3 ഇയേഴ്സിൽ കൂടുതലായി ഞാൻ ഇത് യൂസ് ചെയ്യുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 18+ ആൾക്കാർ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. 18 താഴെയുള്ള കുട്ടികളൊന്നും യൂസ് ചെയ്യാൻ പോകരുത്. 18+ ആയിട്ടുള്ളവർ മാത്രമേ ഈ നൈറ്റ് ക്രീമൊക്കെ യൂസ് ചെയ്യാവൂ. അപ്പോൾ ഇത് വേറെ എനിക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് ഉപയോഗിച്ചുകൊണ്ട് ദോഷം വരികയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഒലയുടെ ഒരു നൈറ്റ് ക്രീം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡേ ക്രീമും അവൈലബിൾ ആണ്. ഞാൻ നൈറ്റ് ക്രീം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വന്നിട്ട് കുറച്ചൊരു ഓർഗാനിക് ഐറ്റമാണ്. അതായത് നമ്മുടെ നീം പൗഡർ, ടർമറിക് പൗഡർ ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് ഓരോ പാക്കായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ വന്നതാണ് ഈ ഒരു സംഭവം. ഇത് ഈഷ ലൈഫിൻ്റെ നീം പൗഡറാണ്. അതായത് ഈഷ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ സദ്ഗുരുവിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അവരുടെ വെബ്സൈറ്റ് വഴിയാണ് ഇത് നമ്മൾ വാങ്ങുന്നത്. സോ ഇവരുടെ തന്നെ നീം പൗഡറും ഇവരുടെ തന്നെ ടർമറിക്കും ഒരുപാട് സാധനങ്ങൾ ഞാൻ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നീം മാത്രമേ ഇപ്പോൾ എൻ്റെ ഉള്ളൂ, ടർമറിക് ഇല്ല, കഴിഞ്ഞു. ഇനി അത് മേടിച്ചാലേ ഉള്ളൂ. അടുത്ത് വരുന്നത് വാസ്ലിൻ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരുപാട് പേര് ലിപ്പിൽ നമ്മുടെ ലിപ്പ് മാസ്കായിട്ടും ലിപ് ബാമായിട്ടൊക്കെ യൂസ് ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് കൂടുതലും ചിലവർ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുമ്പോഴും ഒക്കെ വാസ്ലിൻ ഇടാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ കൂടുതലും യൂസ് ചെയ്തത് നമ്മുടെ കാലൊക്കെ നമ്മൾ പുതിയ ചെരുപ്പൊക്കെ ഇടുമ്പോൾ നമ്മൾ കാല് ചെറുതായിട്ട് ബേൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ പുതിയ ചെരുപ്പിടുന്നതിന് മുന്നായിട്ട് ഈ ഒരു വാസ്ലിൻ നമ്മുടെ കാലിലൊക്കെ ഒന്ന് പുരട്ടിയതിന് ശേഷം നമ്മൾ ചപ്പലിടുകയാണെങ്കിൽ വേറെ ബേൺസ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതിനാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്, ആ ഒരു പ്രോഡക്റ്റ്. അടുത്തത് പറയുന്നത് നമ്മുടെ കാർമസിയുടെ ഡിയോ റോൾ ഓൺ. ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. സോ ഇത് ആദ്യം ഞാൻ ഈ ഒരു സ്വീറ്റ് സമ്മറായിട്ടുള്ള ഈ ഒരു ഫ്ലേവറായിരുന്നു ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഫ്ലേവർ ട്രൈ ചെയ്യാമെന്ന് വെച്ചാണ് ഈ ഒരു ഫ്ലോറൽ സൺസെറ്റ് ഈ ഒരു ഫ്ലേവർ ട്രൈ ചെയ്തത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ രാവിലെ യൂസ് ചെയ്ത ഒരു ഈവനിങ് വരെയൊക്കെ ഈ ഒരു ഫ്രാഗ്രൻസ് നമ്മളെ ബോഡിയിൽ തന്നെ കാണും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ കൂടുതലായിട്ട് ഇത്രയും പ്രോഡക്റ്റ്സ് ഒക്കെയാണ് കൂടുതൽ റീസ്റ്റോക്ക് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഐറ്റംസ് ഇപ്പോൾ പുതുതായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ റിവ്യൂ ഞാൻ ഉടനെ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും